കൊല്ലം ഇളമ്പല്ലൂരിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ മരുന്നുകൾ മോഷണം പോയി. ബോധം കെടുത്താൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് മോഷണം പോയത്. സംഭവത്തിൽ മെഡിക്കൽ ഓഫീസർ പോലീസിന് പരാതി നൽകി. മൊഴി നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ പുറത്തുനിന്ന് ലഭിക്കാത്ത മരുന്ന് ഒന്നും രണ്ടുമല്ല 11 ആംബ്യൂളുകൾ, അതും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പൂട്ട് പൊളിക്കാതെ അകത്തു കയറി മോഷ്ടാവ് എടുത്തത് ഇത്തരത്തിലുള്ള ലഹരിക്ക് വീര്യം കൂട്ടുന്ന മരുന്നുകൾ മാത്രം. ഫാർമസിയിലും നഴ്സിംഗ് സ്റ്റേഷനിലും വെച്ചിരുന്ന മരുന്നുകളാണ് മോഷണം പോയത്. മോഷണ വിവരം പോലീസിനെ നേരിട്ട് അറിയിക്കാനോ പോലീസ് വിളിച്ചിട്ട് മൊഴി നൽകാനോ ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്ന് പോലീസ് പറയുന്നു. ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് നാട്ടുകാരും പറഞ്ഞു. ഇതിനകത്ത് കൃത്യമായി ഇതിലുള്ള അധികൃതരുടെ ഒത്താശയോടുകൂടി മാത്രമായിരിക്കും ഈ മോഷണം നടന്നിട്ടുള്ളതും. മനഃപൂർവ്വം തുറന്നുകൊടുത്ത് ലഹരി ഉപയോഗിക്കുന്ന മരുന്നുകൾ മാത്രം തെരഞ്ഞു പിടിച്ച് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ മരുന്നിനെക്കുറിച്ച് ആധികാരികമായി അറിയാവുന്നവർ കൂടിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് മോഷണം നടത്തിയിട്ടിരിക്കുന്നത്. ലഹരി സംഘമാണ് മോഷണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നുണ്ട്. കുണ്ടറ പോലീസ് പ്രാഥമിക തെളിവുകൾ ശേഖരിച്ചു. ഫാർമസിയിൽ നിന്ന് മരുന്നുകളുടെ ലിസ്റ്റും മറ്റു രേഖകളും പോലീസ് പരിശോധിച്ചു. ആരൊക്കെ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നും സ്റ്റോക്കും പോലീസ് പരിശോധിച്ചു. ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് ആരോപിച്ച് ഇന്ന് യൂത്ത് കോൺഗ്രസ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തും. റിപ്പോർട്ടർ, കൊല്ലം.